ജെസ്സി ജെയ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളൊന്നും ഇന്ന് സ്കൂളിലൊന്നും പോയിട്ടില്ല. രാവിലത്തെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും ഫുഡ് റെഡിയാക്കണമല്ലോ. നമുക്കിന്ന് ചെറിയ ഫിഷ് ബിരിയാണി റെഡിയാക്കാം. അതിനായിട്ട് ഈ ചെറിയ കാസറോളിൽ ഒരു പാത്രം ഫുള്ളായിട്ടും കൈമ റൈസ് ഞാൻ അളന്നെടുത്തിട്ടുണ്ട്. അളന്നെടുത്ത് സോക്ക് ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനത് നല്ലോണം കഴുകി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്കാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. അന്നേരം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യത്തിനായിട്ടുള്ള ഫിഷ് ഞാനിവിടെ നല്ലോണം കഴുകി കട്ടാക്കി എടുക്കുന്നുണ്ട്. കൂടി ഒന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി സ്റ്റൗവിലേക്ക് പാൻ വെച്ച് കൊടുത്ത് അത് ചെറുതായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് വേണ്ട ഓയിൽ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോ മീനായിട്ട് വെച്ച് കൊടുക്കാം. അന്നേരം അടുപ്പത്ത് മറ്റൊരു പാൻ വെച്ച് അതൊന്ന് നല്ലോണം ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ആ പച്ചച്ചുവ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുന്നേ അരി അളന്നെടുത്ത പാത്രത്തിൽ 2 പാത്രം വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് തിള വരാനായിട്ട് നമുക്കൊന്ന് അടച്ചിടാം. നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനെ മറ്റൊരു പാത്രത്തിലേക്കാക്കി മാറ്റി വയ്ക്കാം. ഇനി മീൻ ഫ്രൈ ചെയ്ത ഈ എണ്ണയിൽ തന്നെ നമുക്ക് അതിന് വേണ്ടുന്ന മസാലയൊക്കെ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 6 സവാള സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അന്നേരം നമ്മുടെ അരി ഇടാനായിട്ടുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമുക്ക് ഗരം മസാല പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടി ഒന്ന് ചതച്ചെടുത്ത് വേണ്ട പേസ്റ്റല്ല, നമുക്കതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ടൊമാറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ മിക്സായി വന്ന ശേഷം നമുക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവ് അധികം വേണ്ടാത്തവർക്ക് അതിനനുസരിച്ച് കുറച്ചിട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് നാച്ചുറൽ കറിവേപ്പിലയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഏകദേശം കൂട്ട് റെഡി ആയിട്ടുണ്ട്. മാറ്റി വെച്ചേക്കുന്ന ഇതെല്ലാം കൂടി നമുക്ക് ചേർക്കാം. ഇതിലേക്ക് കറി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് സിമ്മിലിട്ട ശേഷം റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ദം ചെയ്തെടുക്കാം. ഓരോ ലെയറായിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. ഫസ്റ്റ് കുറച്ച് ചോറിട്ടു, അതിന് മേളിലേക്ക് മസാല എല്ലാം വെച്ച് കൊടുത്തു. വീണ്ടും സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ബാക്കി മസാലയും കൂടി ഇതിൻ്റെ മേളിലായിട്ട് വെച്ച് കൊടുക്കാം. നമുക്കതുപോലെ തന്നെ
സെക്കൻഡ് ലെയറും കൂടി കവർ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേളിലേക്ക് റൈസ് ഒന്നുകൂടി നിരത്തി കൊടുക്കാം. സിമ്മിലിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.